നമസ്കാരം. ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഡിസ്കസ് ചെയ്യാനായിട്ട് 3 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ ടൈഗർ റിസർവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എൻവയോൺമെന്റ് പെർസ്പെക്ടീവിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. അതായത് മധ്യപ്രദേശിലെ മാധവ് നാഷണൽ പാർക്ക് ഇന്ത്യയുടെ 58th ടൈഗർ റിസർവ് ആക്കി നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അപ്കമിംഗ് ആയിട്ടുള്ള പ്രിലിംസിന് അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയേക്കാവുന്ന ആർട്ടിക്കിളാണ്. അതായത് ആരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ടൈഗർ റിസർവ് നോട്ടിഫൈ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ഇന്നിപ്പോൾ 58th ടൈഗർ റിസർവ് ആക്കി മാറ്റിയിരിക്കുന്ന മാധവ് നാഷണൽ പാർക്കിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എക്കോളജിയുടെ പെർസ്പെക്ടീവിൽ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ദെൻ സെക്കൻഡ് ടോപ്പിക് ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ക്ലോസിംഗ് ദ ജെൻഡർ ഗ്യാപ്പ് ഇൻ ഹയർ ജുഡീഷ്യറി. എസ്പെഷ്യലി ഈ ഒരു ആർട്ടിക്കിൾ വരാൻ കാരണം എന്ന് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞ ദിവസം മാർച്ച് 8 എന്ന് പറയുന്നത് വേൾഡ് ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. എത്രത്തോളം നമ്മുടെ ജുഡീഷ്യലിൽ എസ്പെഷ്യലി ഹയർ ജുഡീഷ്യലിൽ മെയിൽ ഫീമെയിൽ ജഡ്ജസിന്റെ ഒക്കെ ആണെങ്കിൽ ആസ്പെക്ടിൽ ആ ഒരു ജെൻഡർ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. മൂന്നാമത്തെ ടോപ്പിക്കും എൻവയോൺമെന്റ് പെർസ്പെക്ടീവിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ് സത്പോസിയ ടൈഗർ റിസർവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ഈ ഒരു 3 ടോപ്പിക്കും പഠിച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഒരു മോഡൽ എംസി കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ മാധവ് നാഷണൽ പാർക്ക് ഇൻ മധ്യപ്രദേശ് ബിക്കംസ് ഇന്ത്യസ് 58th ടൈഗർ റിസർവ് ടു ഗെറ്റ് മോർ ബിഗ് ക്യാറ്റ് സൂൺ എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈ ടൈഗർ റിസർവ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തുന്ന ആരാണ് എന്നുള്ള കാര്യം, ആരാണ് ഇതിനെ നോട്ടിഫൈ എന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും ആ ഒരു മാധവ് നാഷണൽ പാർക്കിനെ കുറിച്ച്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡീറ്റെയിൽ മൂവ് ചെയ്യാം. വൈ ആൻഡ് വെൻ ഡിഡ് ദ ഫസ്റ്റ് ടൈഗർ റിസർവ് കം അപ്പ് ഇൻ ഇന്ത്യ? എന്തിനു വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇങ്ങനെ ടൈഗർ റിസർവ് ആ പേര് തന്നെ മീൻസ് ടൈഗേഴ്സിന്റെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ള ഓരോ ഈ പറഞ്ഞ രീതിയിൽ അതോറിറ്റീസ് ഉള്ളത്. ഇവിടെ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് പ്രൊട്ടക്ടഡ് ഏരിയ ആണ്. ക്രിയേറ്റഡ് അണ്ടർ പ്രൊജക്ട് ടൈഗർ ഇനിഷ്യേറ്റീവ്. നമ്മുടെ ഈ പറഞ്ഞ 1973 നമ്മുടെ രാജ്യത്ത് ടൈഗേഴ്സിന്റെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലോഞ്ച് ചെയ്ത ഒരു പ്രൊജക്ട് ആണ് പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്നത്. ആ പ്രൊജക്ട് ടൈഗറിന്റെ ഭാഗമായിട്ട് പ്രൊട്ടക്ടഡ് ഏരിയസിന് നമ്മൾ നോട്ടിഫൈ ചെയ്യുന്നതാണ് ടൈഗർ റിസർവുമായിട്ട് ബന്ധപ്പെട്ട്. സോ എന്തിനാണെന്ന് ചോദിച്ചാൽ ടു പ്രൊട്ടക്ട് ടൈഗേഴ്സ് അണ്ടർ നാച്ചുറൽ ഹാബിറ്റാറ്റ്സിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആൻഡ് ടൈഗർ റിസർവ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. ഇത് ഓർത്തിരിക്കണം. അപ്പോൾ NTCA അഥവാ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ് നമ്മുടെ രാജ്യത്ത് ടൈഗർ റിസർവ്സിനെ എല്ലാം അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ആൻഡ് ദീസ് റിസർവ്സ് ആർ പാർട്ട് ഓഫ് കൺസർവേഷൻ എഫോർട്സ് ടു എൻഷുർ ദ സർവൈവൽ ഓഫ് ടൈഗേഴ്സ്, പ്രിസർവ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് മെയിൻറ്റെയിൻ എക്കോളജിക്കൽ ബാലൻസ്. ആൻഡ് ഇത് പ്രകാരം നമ്മുടെ രാജ്യത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ടൈഗർ റിസർവ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് മാറിയേക്ക. ഇത് ഫസ്റ്റ് ടൈഗർ റിസർവ് ഏതാണെന്ന് ചോദിച്ചാൽ ജിം കോർബറ്റ് ടൈഗർ റിസർവ് ആണ്. കോർബറ്റ് ടൈഗർ റിസർവ് ആണ് ഉത്തരാഖണ്ഡിലുള്ള കോർബറ്റ് ടൈഗർ റിസർവ്. എസ്റ്റാബ്ലിഷ് 1973. ബിക്കോസ് ഈ ഒരു ടൈഗർ റിസർവ് കൺസെപ്റ്റ് എസ്റ്റാബ്ലിഷ് 1973 ആ വർഷം തന്നെയാണ് ഫസ്റ്റ് ടൈഗർ റിസർവ് നമ്മൾ നോട്ടിഫൈ ചെയ്തു, കോർബറ്റ് ടൈഗർ റിസർവ് 1973. ആൻഡ് ഇറ്റ് വാസ് ഓൾസോ ദ ഫസ്റ്റ് നാഷണൽ പാർക്ക് ടു ബി പാർട്ട് ഓഫ് പ്രൊജക്ട് ടൈഗർ ഇനീഷ്യേറ്റീവ്. പ്രൊജക്ട് ടൈഗർ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് നാഷണൽ പാർക്കും ഏത് തന്നെയായിരുന്നു ഈ ഒരു കോർബറ്റ് ടൈഗർ റിസർവ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ദെൻ ടൈഗർ റിസർവിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ്. കോർ ഏരിയയും ബഫർ ഏരിയയും എന്ന രീതിയിൽ രണ്ടായിട്ടായിരിക്കും ക്ലാസിഫൈ ചെയ്യുന്നത്. കോർ ഏരിയ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കോർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. കോർ ഏരിയ ഇസ് ഡെസിഗ്നേറ്റഡ് ആസ് എ നാഷണൽ പാർക്ക് ഓർ എ സാങ്ച്വറി ആൻഡ് വെർ ഹ്യൂമൻ ആക്ടിവിറ്റി ഇസ് റെസ്ട്രിക്റ്റഡ് ടു പ്രൊട്ടക്ട് ദ വൈൽഡ് ലൈഫ്. അപ്പൊ ആ ഒരു കോർ ഏരിയ ടൈഗർ റിസർവിന്റെ കോർ ഏരിയയിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. എവിടെ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് സെറ്റിൽമെന്റ്സിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ എൻട്രീസോ ഒക്കെ തന്നെ വളരെയധികം ഈ പറഞ്ഞ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയസ് ആണ് ആ ഒരു കോർ ഏരിയ എന്ന് പറയുന്നത്. അവിടെ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ സാങ്ച്വറീസ് ആയിട്ടായിരിക്കും നോട്ടിഫൈ ചെയ്യപ്പെടുന്നത്. ദെൻ ഇതിന്റെ ബഫർ ഏരിയ എന്ന് പറയുമ്പോൾ, ബഫർ എന്ന് പറയുമ്പോഴേക്കും കോർ ഏരിയയ്ക്ക് മുമ്പാകെ ഉള്ള ഒരു സോണാണ്. അതായത് ഈ പറഞ്ഞ പുറത്തെ ആക്ടിവിറ്റീസ് നമ്മൾ ഒരു ബഫർ ആയിട്ട് ആക്ട് ചെയ്യുക, ഒരു സേഫ് സോൺ ആയിട്ട് ആക്ട് ചെയ്യുക. അതായത് സറൗണ്ടിങ് ഏരിയ ദ കോർ ഏരിയ. ദ ബഫർ സോൺ കൺസിസ്റ്റ് മിക്സ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് നോൺ ഫോറസ്റ്റ് ലാൻഡ് യൂസ്ഡ് ഫോർ കൺട്രോൾഡ് ഹ്യൂമൻ ആക്ടിവിറ്റി വൈൽ എൻഷുറിംഗ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ. അപ്പോൾ അവിടെ ബഫർ ഏരിയയിൽ കൺട്രോൾഡ് ആയിട്ട് ഹ്യൂമൻ ആക്ടിവിറ്റി പെർമിറ്റ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം വൈൽഡ് ലൈഫ് കൺസർവേഷൻ അവിടെ എൻഷുർ ചെയ്തുകൊണ്ടിട്ടാണ് ബഫർ ഏരിയയിൽ കാര്യങ്ങൾ നടക്കുന്നത്. ആൻഡ് ദിസ് ബഫർ സോൺ സെർവസ് ട്രാൻസിഷൻ ഏരിയാസ് ഫോർ വൈൽഡ് ലൈഫ് പ്രൊവൈഡിംഗ് എസെൻഷ്യൽ കോറിഡോർസ് ഫോർ മൂവ്മെന്റ്. അപ്പോൾ ഈ ബഫർ സോൺസ് എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഏരിയാസ് കൂടിയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. അപ്പം ടൈഗർ റിസർവ്സിനെ രണ്ടായിട്ടായിരിക്കും ക്ലാസിഫൈ ചെയ്യുന്നത്, കോർ ഏരിയയും ബഫർ ഏരിയയും. കോർ ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ആയിരിക്കും. അപ്പോൾ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ സാങ്ച്വറീസ് ആയിട്ടായിരിക്കും ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ബഫർ ഏരിയയിൽ ഈ പറഞ്ഞ പോലെ ഫോറസ്റ്റും നോൺ ഫോറസ്റ്റ് ആയിട്ട് ലാൻഡും ഉണ്ടാവും. അവിടെ കൺട്രോൾഡ് ആയിട്ട് ഹ്യൂമൻ ആക്ടിവിറ്റി, ഇവിടെ കോർ ഏരിയയിൽ ഹ്യൂമൻ ആക്ടിവിറ്റി ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. ബഫർ ഏരിയയിലാണ് കൺട്രോൾഡ് ആയിട്ട് ഹ്യൂമൻ ആക്ടിവിറ്റീസ് പെർമിറ്റ് ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ അവർ ട്രാൻസിഷൻ ഏരിയാസ് കൂടിയാണെന്നുള്ള കാര്യം മറക്കാതെ ഓർക്കാം. ഇനി ടൈഗർ റിസർവ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ്സ് നോട്ടിഫൈ ഏരിയസ് ഓഫ് ടൈഗർ റിസർവ് ബേസ്ഡ് ഓൺ NTCA നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റീസ് റെക്കമെൻഡേഷൻ. അപ്പോൾ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി റെക്കമെൻഡേഷൻ പ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നോട്ടിഫൈ ചെയ്യുന്നത്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്വമേധയെ നോട്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല. NTCA റെക്കമെൻഡ് ചെയ്യണം. റെക്കമെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അത് ടൈഗർ റിസർവ് ആക്കി നമുക്ക് നോട്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഇതിന്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ തന്നെ പരാമർശിക്കുന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആണ് ഇത്തരത്തിൽ ടൈഗർ റിസർവ്സിന്റെ പറഞ്ഞ മെയിൻ്റെനൻസും കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ആസ് പെർ ദ ടൈഗർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആയിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആൻഡ് സച്ച് എ പ്ലാൻ ഇൻക്ലൂഡ്സ് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് നോട്ടിഫൈഡ് ഏരിയാസ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ റിക്വസൈഡ് കോമ്പിറ്റന്റ് സ്റ്റാഫ് ടു എൻഷുർ ദ പ്രൊട്ടക്ഷൻ ഓഫ്
ടൈഗർ റിസർവ്സ്. അപ്പോൾ ഇത് ടൈഗർ റിസർവ്സ് ആയിട്ട് നോട്ടിഫൈ ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെന്നുള്ള കാര്യം ഓർക്കണം. പരീക്ഷയ്ക്ക് സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ തെറ്റിച്ച് നല്ല ചാൻസ് ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നോട്ടിഫൈ ചെയ്യുന്നത് ആസ് പെർ റെക്കമെൻഡേഷൻ ബേസ്ഡ് ഓൺ റെക്കമെൻഡേഷൻസ് ഓഫ് NTCA. ഓക്കെ, ഈ കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇനി അടുത്തായിട്ട് മാധവ് നാഷണൽ പാർക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതാണ് ഇപ്പോൾ ടൈഗർ റിസർവ് ആക്കി ഇന്ത്യയുടെ 58ാമത് ടൈഗർ റിസർവ് ആക്കി നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ലൊക്കേഷൻ മധ്യപ്രദേശ് ആണ്, ഓൾറെഡി നമ്മൾ കണ്ടു. അതായത് സിറ്റുവേറ്റഡ് ഓൺ നോർത്തേൺ ഫ്രഞ്ച് ഓഫ് ദ സെൻട്രൽ ഹൈലാൻഡ്സ് ഓഫ് ഇന്ത്യ, ഫോമിംഗ് എ പാർട്ട് ഓഫ് അപ്പർ വിന്ധ്യൻ ഹിമാലയസ്. അപ്പർ വിന്ധ്യൻ ഹിൽസിൽ ഈ പറഞ്ഞ പോലെ ഇന്റർമിക്സ്ഡ് വിത്ത് പ്ലാറ്റ്യൂസും വാലി സെക്ഷൻസും ആയിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഈ മാധവ് നാഷണൽ പാർക്ക് എന്നുള്ളത്. ഇവിടെ ഒഴുകുന്ന ലേക്സ്, 2 ലേക്സ് ഉണ്ട്, സഖ്യസാഗറും മാധവ് സാഗറും. ഈ ഒരു പാർക്കിന്റെ സദേൺ പാർട്ടിലുള്ള 2 ലേക്സ് എന്നുള്ള കാര്യം ഓർക്കുക, സഖ്യസാഗറും മാധവ് സാഗറും. പ്രൊവൈഡിംഗ് അക്വാട്ടിക് ബയോഡൈവേഴ്സിറ്റിയും ലൈഫ് ലൈൻ ഫോർ ടെറസ്ട്രിയൽ സ്പീഷീസിനൊക്കെ തന്നെ ലൈഫ് ലൈൻ ആയിട്ട് ഈ 2 ലേക്കുകൾ ആക്ട് ചെയ്യാറുണ്ട്. ഇനി ഈ നാഷണൽ പാർക്കിൽ ഒഴുകുന്ന നദികളെ കുറിച്ച് അറിഞ്ഞിരിക്കണം, കാരണം അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. The drainage pattern is towards north and northeast in the northern area of the park, forming the catchment of അമർ നദി. അമർ നദി ഇതിന്റെ ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റിലൂടെ ഒഴുകുന്നുണ്ട്. പിന്നെ സിന്ധ് എന്ന റിവർ, ഇപ്പൊ അമർ നദിയും പിന്നെ സിന്ധ് റിവർ ഈ പറഞ്ഞ ഈസ്റ്റേൺ ബൗണ്ടറിയിലൂടെ ആയിരിക്കും ഒഴുകുന്നത്. അപ്പോൾ 2 പ്രധാനപ്പെട്ട നദികൾ ഈ പറഞ്ഞ രീതിയിൽ ഈ നാഷണൽ പാർക്കിൽ ഒഴുകുന്നുണ്ട്. ഒന്ന് അമർ നദിയും 2 സിന്ധു ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മധ്യപ്രദേശിലാണ്. ഫോമിംഗ് ദ പാർട്ട് ഓഫ് അപ്പർ വിന്ധ്യൻ ഹിൽസ് ആയിട്ടാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. 2 ലേക്സ് സഖ്യസാഗറും മാധവ് സാഗറും ഈ ഒരു നാഷണൽ പാർക്കിൽ ഉള്ളതാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് തീർച്ചയായിട്ടും. സോ ദാറ്റ്സ് ഓൾസോ ആ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാം റിലേറ്റഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കേണ്ടിയിരുന്ന ടോപ്പിക്സ്. ഓക്കെ, ഇനി അടുത്ത ആർട്ടിക്കിലേക്ക് മൂവ് ചെയ്യാണ്. ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ തന്നെയാണ്, എഡിറ്റോറിയൽ പേജിൽ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ. ക്ലോസിംഗ് ദ ജെൻഡർ ഗ്യാപ്പ് ഇൻ ഹയർ ജുഡീഷ്യറി എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനകത്ത് കുറച്ച് വളരെയധികം ഫാക്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി പറഞ്ഞ പോലെ പരീക്ഷയ്ക്കൊക്കെ നമുക്ക് ഒരുപാട് ആവശ്യമായിട്ട് മാറിയേക്കാവുന്ന കൂടിയാണ്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കാം. വുമൺ ഇൻ ലോ ഹാവ് സീൻ ഗ്രേറ്റ് പ്രോഗ്രസ് ഓവർ ദ ലാസ്റ്റ് 100 years in India. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇപ്പം 75 വർഷവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ലാസ്റ്റ് ഒരു 100 yearsന്റെ ഒരു സമയം എടുത്ത് നോക്കുവാണെങ്കിൽ, 100 yearsന്റെ സമയം എടുത്ത് നോക്കുവാണെങ്കിൽ സ്ത്രീകൾ ഒരുപാടധികം മുന്നേറ്റങ്ങൾ ലോ ഏരിയയിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് 1924 ഇന്ത്യയിൽ ആദ്യമായിട്ട് വുമൺ ലോയർ വരുന്നത്. കോർണലിയ സ്വരാജ് ഓർത്തിരിക്കണം, ഇന്ത്യയിലെ ഫസ്റ്റ് വുമൺ ലോയർ ആണ് കോർണലിയ സ്വരാജ്. പ്രാക്ടീസ് എൻഡേറ്റിൽ ചെയ്ത് 1924 അതിനുശേഷം അതുകൊണ്ട് സിൻസ് ദെൻ ദ നമ്പർ ഓഫ് വുമൺ ലോയേഴ്സ് ആസ് ഇൻക്രീസ്. അപ്പൊ അതിനുശേഷം ഇന്ത്യയിൽ വുമൺ ലോയേഴ്സിന്റെ എണ്ണം നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സെവറൽ വുമൺ ഹാവ് ബീൻ ഡെസിഗ്നേറ്റഡ് ആസ് സീനിയർ അഡ്വക്കേറ്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് there have been many women judges in the lower judiciary too. അപ്പോൾ ഒരുപാട് ലോവർ ജുഡീഷ്യറിയിലെ വുമൺ ജഡ്ജുകളും ആ സമയത്ത് വന്നിട്ടുണ്ട്. ബട്ട് ദ ഷെയർ ഓഫ് വുമൺ ജഡ്ജസ് ഇൻ ഹൈക്കോർട്ട്സ് ഇസ് ഓൺലി 40.27. അപ്പം നമുക്ക് കോടതികളെ ഹയർ ജുഡീഷ്യറിയും ലോവർ ജുഡീഷ്യറിയും ബേസിക്കലി ഡിനോട്ട് ചെയ്യാൻ പറ്റും. ലോവർ ജുഡീഷ്യറി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് കോടതികൾ വരെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതിന് മുകളിലേക്ക് ഹൈക്കോടതി തൊട്ടിട്ടാണ് നമുക്ക് ഹയർ ജുഡീഷ്യറി ഭാഗമായിട്ട് മാറുന്നത്. ഇവിടെ ലോവർ ജുഡീഷ്യറി പിന്നെ നമുക്ക് സ്ത്രീകളിലെ ജഡ്ജസ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഹയർ ജുഡീഷ്യറിൽ ആകെപ്പാടെ സ്ത്രീകൾ വുമൺ ജഡ്ജസ് എന്ന് പറയാൻ സാധിക്കുന്ന 14.27% മാത്രമാണ്. അതായത് ഹൈക്കോടതികൾ, ഇവിടെയുള്ള എല്ലാ ഹൈക്കോടതികളെയും ചേർത്തിട്ടുള്ള 764 ജഡ്ജിമാരിൽ ആകെ മാത്രം 109 ജഡ്ജിമാർ മാത്രമാണ് വനിതാ ജഡ്ജിമാരുള്ളത്. ദാറ്റ് ഈസ് 14.27% മാത്രമേ ഉള്ളൂ. ആൻഡ് ദ നമ്പർ ഓഫ് വുമൺ ജഡ്ജസ് ലിമിറ്റഡ് ടു ജസ്റ്റ് 1. അതായത് ഷെയർ ഓഫ് വുമൺ ജഡ്ജസ് ഇൻ ഹൈക്കോടതികൾ ഈ പറഞ്ഞ പോലെ ഇത്ര മാത്രമേ ഉള്ളൂ. ആൻഡ് ഇതിൽ തന്നെ നമ്മളൊരു 8 ഹൈക്കോടതി എടുത്ത് നോക്കുവാണെങ്കിൽ നമ്പർ ഓഫ് വുമൺ ജഡ്ജസ് ലിമിറ്റഡ് ടു ജസ്റ്റ് 1 ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി അതിൽ തന്നെ ഉത്തരാഖണ്ഡ്, മേഘാലയ, ത്രിപുര ഇവിടങ്ങളിലുള്ള ഹൈക്കോടതികളിൽ ഒന്നും തന്നെ ഒരു വുമൺ ജഡ്ജും ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. ദേ ആർ ഹാവിംഗ് നോ വുമൺ ജഡ്ജ്. അപ്പോൾ ഇന്ത്യ എല്ലാ ഹൈക്കോടതികളിലും ഒരു വുമൺ ജഡ്ജുകൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ബിക്കോസ് വുമൺ ജഡ്ജ് ഇല്ലാത്ത ഹൈക്കോടതികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഉത്തരാഖണ്ഡ്, മേഘാലയ, ത്രിപുര ഇവിടെ നിന്നൊന്നും വുമൺ ജഡ്ജസ് ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഈ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഹൈക്കോടതിയായ അലഹബാദ് ഹൈക്കോടതിയിൽ ഈ പറഞ്ഞ പോലെ 79 ജഡ്ജസ് ഉണ്ട്. അതിലാകെ മാത്രം ഈ പറഞ്ഞ 3 ജഡ്ജിമാർ മാത്രമാണ് വനിതകളുള്ളത്. 3 വുമൺ ജഡ്ജസ് മാത്രമേ ഉള്ളൂ. അറൌണ്ട് 2% മാത്രമാണ്. അവിടെയുള്ള ടോട്ടൽ ജഡ്ജസിന്റെ 2% മാത്രമാണ് അലഹബാദ് ഹൈക്കോടതിയിൽ വനിതാ ജഡ്ജിമാരുള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പൊ ഇതൊക്കെ നമുക്ക് ബെറ്റർ ആയിട്ട് ഗീവ് ചെയ്യുന്ന ഫാക്ട് ആണ്. അതായത് ഈ പറഞ്ഞ ഹയർ ജുഡീഷ്യറിലേക്ക് ചെല്ലും തോറും സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പോയിന്റ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നോട്ട് ഓൺലി ഈസ് ദേർ ഡിസ്പ്രൊപ്പോർഷണൽ ലോ നമ്പർ ഓഫ് വുമൺ ജഡ്ജസ് ഇൻ ഹൈക്കോർട്സ് ബട്ട് ദേ ആർ ഓൾസോ അപ്പോയിന്റഡ് ലേറ്റർ ദാൻ മെൻ. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ, 764 ജഡ്ജിമാരിൽ 109 പേര് വനിതകളുണ്ട്. ഇനി അടുത്തൊരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സ്ത്രീകളെ ജഡ്ജിമാരായിട്ടോ ഹൈക്കോടതികളിലെ ജഡ്ജിമാരായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ്. മെൻ ആയിട്ടുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം ഒക്കെയാണ്, ഒരുപാട് നാൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞതിന് ശേഷമാണ് സ്ത്രീകളെ അപ്പോയിന്റ് ചെയ്തത്. ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ മനസ്സിലാക്കാൻ വേറൊന്നുമില്ല, ആ ഒരു ഏജ് ആണ്. അതായത് ചെറുപ്രായത്തിലെ മെയിൽ ജഡ്ജസിനെ പുരുഷന്മാരെ ഈ പറഞ്ഞ പോലെ ഹൈക്കോടതികളുടെ ജഡ്ജസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാറുണ്ട്. പക്ഷേ അത്രയും ചെറുപ്രായത്തില് സ്ത്രീകളെ അവിടെ അപ്പോയിന്റ് ചെയ്യാറില്ല. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ആവറേജ് ഏജ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് മെൻ ഈസ് 51.8 ആണ്. ആവറേജ് ഈ പറഞ്ഞ ഹൈക്കോടതികൾ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന പുരുഷ ജഡ്ജിമാരുടെ പ്രായം എന്ന് പറയുന്നത് 51.8 ആണ് അറ്റ് ദ ടൈം ഓഫ് അപ്പോയിന്റ്മെന്റ്. സ്ത്രീകളുടെ കാര്യത്തിൽ 53 ആണ്. വിച്ച് മീൻസ് കമ്പാരിറ്റീവ്ലി സീനിയോറിറ്റി ലെവൽ കുറയും. സീനിയോറിറ്റി ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ജഡ്ജി ആയിട്ട് ഇരിക്കുന്ന ഒരു കാലയളവ് വെച്ചിട്ടാണ് സീനിയോറിറ്റി ലെവൽ നോക്കുന്നത്, പ്രായത്തിന്റെ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ വുമൺ ജഡ്ജസ് ഈ പൊസിഷനിലേക്ക് കയറി വരുമ്പോഴേക്കും ഇവർ പ്രായം ചെന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അധികം സീനിയോറിറ്റി ഇവർക്ക് ലഭിക്കത്തില്ല. സീനിയോറിറ്റി
മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ജഡ്ജിമാരായിട്ട് ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ ഒക്കെ ചീഫ് ജസ്റ്റിസ് ഒക്കെ ആയിട്ടും ഈ പറഞ്ഞ പോലെ നിയമിക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള സീനിയർ മോസ്റ്റ് പൊസിഷനിലേക്ക് ഒന്നവർക്ക് ചെല്ലാനായിട്ട് സാധിക്കാതെ പോകുന്നതിന്റെ പ്രശ്നം അത് തന്നെയാണ്. അവരെ ഈ പറഞ്ഞ പോലെ താരതമ്യേന വൈകിയാണ്, മീൻസ് പ്രായം ഒരുപാട് കഴിഞ്ഞിട്ടാണ് അവരെ പലപ്പോഴും ജഡ്ജിമാരായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ രാജ്യത്തുള്ള 25 ഹൈക്കോടതികൾ ഒള്ളി ഗുജറാത്ത് ഹൈക്കോടതിക്ക് മാത്രമാണ് ഒരു വുമൺ ചീഫ് ജസ്റ്റിസ് ഉള്ളതെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അത്രത്തോളം ഈ പറഞ്ഞ നമ്പേഴ്സ് വളരെ വളരെ ലോയാണ്. ഇനി ദ നമ്പേഴ്സ് ഫോർ സുപ്രീം കോർട്ട് ആർ മച്ച് വേഴ്സ്. ഹൈക്കോടതിയുടെ കാര്യത്തിലാണെങ്കിൽ സുപ്രീം കോടതിയുടെ കാര്യം ഇതിലും മോശമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. നമ്പർ ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജസ് ആർ മച്ച് വേഴ്സ് വിത്ത് ഒൺലി 2 വുമൺ ജഡ്ജസ് സേവിംഗ് അറ്റ് പ്രസന്റ്. കറന്റ്ലി പറയുവാണെങ്കിൽ 2 വനിതാ ജഡ്ജിമാർ മാത്രമാണ് നമ്മുടെ സുപ്രീം കോടതിയിലുള്ളത്. ജസ്റ്റിസ് BV നാഗരത്നയും അതുപോലെ തന്നെ ജസ്റ്റിസ് ബെല ത്രിവാഡിയും. ഈ രണ്ടുപേരും ബാക്കിയുള്ള ജഡ്ജിമാരൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ മെയിൽ ജഡ്ജസ് ആണ്. ആൻഡ് വിത്ത് ജസ്റ്റിസ് ബെല ത്രിവാഡി ഡ്യൂ ടു റിട്ടയർ ഇൻ ജൂൺ 2025, ദ ടോപ്പ് കോർട്ട് വിൽ ബി ലെഫ്റ്റ് വിത്ത് ജസ്റ്റ് 1 വുമൺ ജഡ്ജ്. അതായത് ഇപ്പൊ നിലവിൽ 2 പേരുണ്ട്. അത് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ജസ്റ്റിസ് ബേല ത്രിവേദി ഈ പറഞ്ഞ പോലെ ഈ ജൂൺ മാസത്തിൽ റിട്ടയർമെന്റ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വനിതാ ജഡ്ജി മാത്രമായിരിക്കും നമ്മുടെ സുപ്രീം കോടതി ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വുമൺ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് സുപ്രീം കോടതിയിൽ കേസ് വരിക എന്ന് വിചാരിക്കുക. അവിടങ്ങളിൽ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം നൽകാൻ പോലും, ഒരു ഉപദേശം നൽകാൻ പോലും ഒരു വനിതാ ജഡ്ജി ഇല്ലാത്ത രീതിയിൽ ബെഞ്ചുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ആക്കപ്പെടും. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൃത്യമായിട്ടും ജുഡീഷ്യറി ഈ പറഞ്ഞ അഡ്രസ്സ് ചെയ്യാൻ പറ്റണം എന്നുള്ളതിനെ കുറിച്ചിട്ട് പറ്റിയെന്ന് വന്നേക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോഴേക്കും ഡിസിഷൻസ് മേക്കിങ്ങിനെ അതൊക്കെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ കൃത്യമായിട്ട് വേണം. ബിക്കോസ് എസ്പെഷ്യലി അവർ നേരിടുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അത് സുപ്രീം കോടതിയിൽ കേസായിട്ട് വരുമ്പോൾ അതിലൊരു ഒപ്പീനിയൻ പറയാനായിട്ട് ഒരു വനിതാ ജഡ്ജി ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നേക്കത്തില്ല. ബിക്കോസ് നിലവിൽ 2 പേരേ ഉള്ളത്. ജൂൺ മാസം കഴിയുമ്പോഴേക്കും ഒരാളായിട്ട് മാറാനായിട്ടും സാധ്യതയുണ്ട്. സോ The last woman judge appointment to Supreme Court was in 2021. ലാസ്റ്റ് ഈ പറഞ്ഞ സുപ്രീം കോടതിയിലേക്ക് വുമൺ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്ത് 2021 അതിനുശേഷം 28 ജഡ്ജിമാരെ സുപ്രീം കോടതിയിലേക്ക് അപ്പോയിന്റ് ചെയ്തു. അതിൽ ഒരാൾ പോലും ഈ പറഞ്ഞ വനിത ഇല്ലായിരുന്നു, വുമൺ ഇല്ലായിരുന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഓവർ ദ ലാസ്റ്റ് 75 years, നമുക്ക് ഈ പറഞ്ഞ കഴിഞ്ഞ 75 വർഷമായിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് നേരിട്ട് ബാർ അസോസിയേഷനിൽ നിന്നും 9 പുരുഷന്മാരെ ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതി ജഡ്ജിമാരായിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കാലയളവിൽ ഒരു സ്ത്രീയെ പോലും ഇത്തരത്തിൽ ഡയറക്റ്റ്ലി ബാർ അസോസിയേഷനിൽ നിന്നും എലവേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. അതുകൊണ്ട് കൃത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു എത്രത്തോളം ജുഡീഷ്യറിയിൽ, എസ്പെഷ്യലി ഹയർ ജുഡീഷ്യറിയിൽ ആ ഒരു ജെൻഡർ ബേസ്ഡ് വ്യത്യാസങ്ങളുണ്ട്, ഇൻഇക്വാളിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിനുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു ന്യായീകരണങ്ങൾ, ജസ്റ്റിഫിക്കേഷൻസ് ആയിട്ട് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നോട്ട് ഫോർ അപ്പോയിന്റിംഗ് വുമണുമായിട്ട് ബന്ധപ്പെട്ട ജസ്റ്റിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദേർ ആർ നോട്ട് ഇനഫ് എലിജിബിൾ വുമൺ കാൻഡിഡേറ്റ്സ്. എലിജിബിൾ ആയിട്ടുള്ള വുമൺ കാൻഡിഡേറ്റ്സ് ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ജഡ്ജ്മെന്റ് ആയിട്ട് പറയുന്നത്. ആൻഡ് നോട്ട് ഇനഫ് വുമൺ വിത്ത് സീനിയോറിറ്റി ഉള്ള സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. ഓർ ദാറ്റ് വുമൺ ഡു നോട്ട് വാണ്ട് ടു ബിക്കം ജഡ്ജസ്. സ്ത്രീകൾക്ക് പൊതുവിൽ ജഡ്ജസ് ആയിട്ട് ഇരിക്കാൻ താല്പര്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് ജസ്റ്റിഫിക്കേഷൻസ് ആയിട്ട് പലപ്പോഴും പറയാറുള്ളത്. ഇത് ചെറും ഈ പറഞ്ഞ പോലെ ടോപ്പ് ഡ്രസ്സിംഗ് മാത്രമാണ്. അണ്ടർലൈൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡീപ് ഇനിക്വാളിറ്റിയാണ് പ്രധാനമായിട്ട് ഇതിന്റെ അണ്ടർലൈൻ ഫാക്ടർ. ആസ് അനോളജി ഓഫ് ഡോക്ടർ BR അംബേദ്കറിന്റെ പോലെ തന്നെ. അപ്പൊ അതാണ് ഡീപ് ഇനിക്വാളിറ്റിയാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് അണ്ടർലൈൻ ഫാക്ടർ കാണുന്നത്. അല്ലാതെ സ്ത്രീകൾക്ക് ജഡ്ജസ് ആയിട്ട് ഇരിക്കാനുള്ള താല്പര്യമില്ലായ്മയോ അവരിൽ സീനിയോറിറ്റി ഇല്ലായ്മയോ ഒന്നുമല്ല. ഇനിക്വാളിറ്റിയാണ് പ്രധാന പ്രശ്നമായിട്ട് പറയാൻ പറ്റുന്നത്. ആൻഡ് വൺ ഓഫ് ദ മെയിൻ കോസസ് ഫോർ ദ എക്സ്ക്ലൂഷൻ ഓഫ് വുമൺ ഫ്രം ദ ഹയർ ജുഡീഷ്യറീസ് ഡീപ് റൂട്ടഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ഇനിക്വാളിറ്റി വെയർ വുമൺ ആർ seen as inferior than with the legal profession. അതാണ് മെയിൻ ആയിട്ട് ആ ഒരു ഡീപ് റൂട്ടഡ് ഇനിക്വാളിറ്റി ആണ്, വെയർ വുമൺ ആർ seen as inferior within the legal പ്രൊഫഷൻ ആണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ സുപ്രീം കോടതിയിൽ കൈകാര്യം ചെയ്യുമ്പോഴേക്കും അതിലൊരു വിദഗ്ധ ഒപ്പീനിയൻ പറയാനായിട്ടൊരു വനിതാ റെപ്രസെന്റേഷൻ ഇല്ലാതെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഇതിലൊക്കെയുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നിലവിൽ നമുക്കറിയാം സുപ്രീം കോടതിയിലേക്കാണ് അല്ലെങ്കിൽ കോടതികളിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് കൊളീജിയൻ സിസ്റ്റമാണ്. അപ്പൊ ഈ കൊളീജിയൻ സിസ്റ്റം എത്രത്തോളം ഈ പറഞ്ഞ സുതാര്യമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ എത്രത്തോളം ഓപ്പൺ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനകത്ത് തന്നെ ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് ബയാസുകൾ കൊണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ മെറിറ്റ് നോക്കിയിട്ടുള്ള മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള അപ്പോയിന്റ്മെന്റ് രീതി കുറച്ചും കൂടെ കോടതികളിലേക്ക് നടപ്പാക്കേണ്ടതാണ് എന്നുള്ളതും മോദർ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നുണ്ട്. ഇനി ഈ ഒരു ഫാക്ടുകളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ബിക്കോസ് പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, മെയിൻസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ എന്നുള്ള ടോപ്പിക്കാണിത്. ഓക്കെ, ദെൻ നമ്മൾ ലാസ്റ്റ് ആർട്ടിക്കിളെ മൂവ് ഓൺ ചെയ്യാണ്. ഫ്രം ഹ്യൂമൻ ഹാബിറ്റേഷൻ ടു ടൈഗർ ടെറിട്ടറി എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്ന സത്കോസിയ ടൈഗർ റിസർവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സത്കോസിയ ടൈഗർ റിസർവ് ഇതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പറഞ്ഞ പോലെ വാർത്തയിലുണ്ടായിരുന്നതാണ്. എസ്പെഷ്യലി ഇവിടെ ഈ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് നമ്മളൊരു ഇന്റർ സ്റ്റേറ്റ് ടൈഗർ റീലൊക്കേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് ഈ ഒരു സത്കോസിയ ടൈഗർ റിസർവിലേക്കായിരുന്നു. ബാന്ധവൂർ ടൈഗർ റിസർവിൽ നിന്നും ഈ പറഞ്ഞ പോലെ സത്കോസിയ ടൈഗർ റിസർവിലേക്ക് ടൈഗേഴ്സിനെ നമ്മൾ റീഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് വർക്ക്ഔട്ട് ആയില്ല. ഫെയിൽഡ് അറ്റംപ്റ്റ് ആയിരുന്നു. 2018 നടത്തിയ അറ്റംപ്റ്റ് ഫെയിൽ അറ്റംപ്റ്റ് ആയിരുന്നു. അതിനുശേഷം ഇപ്പൊ വീണ്ടും ഈ പറഞ്ഞ ഒഡീഷ ഗവൺമെന്റ് സത്കോസിയ ടൈഗർ റിസർവിലേക്ക് ടൈഗേഴ്സിനെ റീലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലേക്ക് വാർത്ത വരുന്നുണ്ട്. അതാണ് ഫ്രം ഹ്യൂമൻ ഹാബിറ്റേഷൻ ടു ടൈഗർ ടെറിട്ടറി എന്ന ഹെഡിങ് വന്നിരിക്കുന്നത്.
ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്ന ഒന്ന് സത്കോസിയ ടൈഗർ റിസർവിനെ കുറിച്ചും പിന്നെ രണ്ടാമതായിട്ട് ടൈഗേഴ്സിന്റെ കൺസർവേഷൻ സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ സത്കോസിയ ടൈഗർ റിസർവ് ലൊക്കേഷൻ പറയുവാണെങ്കിൽ ലൊക്കേറ്റ് ഹാർട്ട്ലാൻഡ് ഓഫ് ഒഡീഷയാണ് ആൻഡ് സ്പ്രെഡ് ഓവർ 4 ഡിസ്ട്രിക്ട്. ഒഡീഷയിലെ 4 ഡിസ്ട്രിക്റ്റിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ടൈഗർ റിസർവ് ആണ് സത്കോസിയ ടൈഗർ റിസർവ്. ആൻഡ് ഇറ്റ് കംപ്രൈസസ് 2 അഡ്ജോയിനിങ് സാങ്ച്വറീസ്. 2 സാങ്ച്വറീസ് ഇതിന്റെ കൂട്ടിലുണ്ട്, നെയിംലി ബൈസിപ്പള്ളി സാങ്ച്വറിയും അതുപോലെ സത്കോസിയ ഗോർജ് സാങ്ച്വറിയും. ഇപ്പൊ പോലെ സത്കോസിയ ടൈഗർ റിസർവിന്റെ ഭാഗമാണ്. ബൈസിപ്പള്ളി സാങ്ച്വറിയും സത്കോസിയ ഗോർജ് സാങ്ച്വറിയും ഇതിന്റെ ഭാഗമാണ്. And the reserve has an area of 963.87 square kilometer with 523.61 സ്ക്വയർ കിലോമീറ്റർ കോർ ഏരിയ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കാം. അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ ഒരു സത്കോസിയ ടൈഗർ റിസർവ് മഹാനദി എലഫന്റ് റിസർവിന്റെ പാർട്ട് കൂടിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പൊ മഹാനദി എലഫന്റ് റിസർവിന്റെ പാർട്ട് ആയിട്ടുള്ള ടൈഗർ റിസർവ് ഏതാണ് എന്ന രീതിയിൽ പരീക്ഷ ചോദ്യം വരുവാണെങ്കിൽ ആൻസർ സത്കോസിയ ടൈഗർ റിസർവ് ആണ്. ആൻഡ് സത്കോസി ഇസ് എ മീറ്റിംഗ് പോയിന്റ് ഓഫ് 2 ബയോജിയോഗ്രഫിക് റീജിയൻസ് ഓഫ് ഇന്ത്യ. ഡെക്കാൻ പെനിൻസുലയും ഈസ്റ്റേൺ ഗഡ്സും കൂടെ ചേരുന്ന മീറ്റിംഗ് പോയിന്റിലുള്ള ടൈഗർ റിസർവ് ഏത് തന്നെയാണ്? സത്കോസിയ ടൈഗർ റിസർവ് ആണ്. ആൻഡ് ഇവിടുത്തെ ഹാബിറ്റ് ലാൻഡ്സ്കേപ്പ് നോക്കുവാണെങ്കിൽ ടെറൈൻ ഇസ് ഹില്ലി ആണ്, ഹില്ലി ആയിട്ട് ടെറൈൻ ആണ് വിത്ത് മോഡറേറ്റ് ടു സ്റ്റീപ് സ്ലോപ്സ് ആൻഡ് നാരോ വാലീസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദ റിവർ മഹാനദി ഫ്ലോസ് ടു ദ വാലീസ് ഇൻ ദ മിഡിൽ ഓഫ് ദ റിസർവ്. അപ്പൊ ഈ ഒരു ടൈഗർ റിസർവിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ മഹാനദിയാണ്. അതുപോലെ ഡെക്കാൻ പെനിൻസുലയുടെയും ഈസ്റ്റേൺ ഗഡ്സിന്റെയും മീറ്റിംഗ് പോയിന്റിലുള്ള ടൈഗർ റിസർവ് ഏത് തന്നെയാണ്? സത്കോസിയ ടൈഗർ റിസർവ് ആണ്. മഹാനദി എലഫന്റ് റിസർവ് ഉള്ള ടൈഗർ റിസർവും ഈ ഒരു സത്കോസിയ ടൈഗർ റിസർവ് തന്നെയാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഈ പറഞ്ഞ ടൈഗേഴ്സിന്റെ ഒരു കൺസർവേഷൻ സ്റ്റാറ്റസ് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ടൈഗറിന്റെ ഒരു ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ എവർഗ്രീൻ ഫോറസ്റ്റ്, ടെമ്പറേറ്റ് ഫോറസ്റ്റ്, മാംഗ്രോവ് ഫാംസ്, ഗ്രാസ് ലാൻഡ്സ്, സാവനാസ് ഇവിടങ്ങളിലാണ് പ്രധാനമായിട്ട് ടൈഗേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ടൈഗർ ഇസ് ഫൗണ്ട് ഓൺലി ഇൻ 13 ടൈഗർ റേഞ്ച് കൺട്രീസിലാണ് പ്രധാനമായിട്ട് ടൈഗേഴ്സിനെ കാണുന്നത്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, റഷ്യ, ചൈന, തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, കംബോഡിയ, ലാവോസ് ആൻഡ് വിയറ്റ്നാം ഇവിടങ്ങളിലാണ് പ്രധാനമായിട്ട് ടൈഗർ റേഞ്ച് കൺട്രീസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി IUCN കാറ്റഗറി പ്രകാരം ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം കംബോഡിയയിലും ലാവോസിലും വിയറ്റ്നാമിലും ടൈഗർ ഈ പറഞ്ഞ പോലെ എക്സ്റ്റിന്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം കംബോഡിയ, ലാവോസ്, വിയറ്റ്നാമിലെ ലേറ്റസ്റ്റ് IUCN കണക്ക് പ്രകാരം ടൈഗേഴ്സ് എക്സ്റ്റിന്റ് ആണ്. ഇനി കറണ്ട് പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് IUCN ലെവലിലെ പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ടൈഗേഴ്സ് ആർ എൻഡേഞ്ചർഡ് പട്ടികയിലുള്ള ഒരു ആനിമൽ ആണ്. സൈറ്റ്സ് കൺവെൻഷൻ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചർഡ് സ്പീഷീസ് നോക്കുകയാണെങ്കിൽ അപ്പൻഡിക്സ് 1 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം നോക്കുകയാണെങ്കിൽ ഷെഡ്യൂൾഡ് 1 പെടുന്ന ഒരു ആനിമൽ കൂടിയാണ് ടൈഗർ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഷെഡ്യൂൾ 1 എന്നൊക്കെ പറയുന്നത് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ്. ടൈഗറിന് വേട്ടയാടി കഴിഞ്ഞ് ഈ പറഞ്ഞ കുറ്റകരമാകുന്ന ശിക്ഷയായിട്ട് മാറിയേക്കും. ഓർത്തിരിക്കാൻ പ്രധാനപ്പെട്ട രീതിയിൽ ചോദിക്കാൻ പറ്റുന്നതാണ് ഈ 13 ടൈഗർ റേഞ്ച് കൺട്രീസും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് IUCN റിപ്പോർട്ട് പ്രകാരം കംബോഡിയ, ലാവോസ്, വിയറ്റ്നാമിൽ നിന്നും ടൈഗർ എക്സിന്റ് എന്നുള്ള കാര്യം ഓർക്കാം. പിന്നെ പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് IUCN പ്രകാരം എൻഡേഞ്ചേർഡ്, സൈറ്റ്സ് പ്രകാരം അപ്പൻഡിക്സ് 1 അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഉണ്ട്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ 1972 പ്രകാരം ഷെഡ്യൂൾ 1 അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കാര്യം കൃത്യമായിട്ട് ഓർക്കുക. പിന്നെ റോയൽ ബംഗാൾ ടൈഗർ ആണ് നമ്മുടെ നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ കൂടെ. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടായിരുന്ന ടോപ്പിക്സും. ആൻഡ് ലാസ്റ്റ് നമ്മുടെ ഒരു MCQയിലേക്ക് പോകുന്നതാണ്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട 2 സ്റ്റെപ്പ് MCQ ആണ്. എളുപ്പം നിങ്ങൾക്ക് ആൻസർ കണ്ടെത്തി ആൻസർ പറയാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ എന്തായാലും കമന്റ് ബോക്സിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.